LP UP സ്കൂളുകളിൽ അധ്യാപകരാകാൻ താല്പര്യമുള്ളവർക്ക് DLED കോഴ്സിന് ഇപ്പോൾ ചേരാൻ അവസരം. 2026 ജൂൺ 15 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സുകൾ നടത്തുന്നത് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. നേരത്തെ TTC എന്ന കോഴ്സാണ് ഇപ്പോൾ DLED എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യം കൂടി ഓർക്കുക. ഇതിലേക്ക് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അതാത് സ്ഥാപനങ്ങളിൽ നേരിട്ട് അപേക്ഷ നൽകണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷിക്കാൻ 5 രൂപയും സ്വാശ്രയ സ്ഥാപനങ്ങളാണെങ്കിൽ 100 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST കാൻഡിഡേറ്റിന് അപേക്ഷാ ഫീസൊന്നുമില്ല. യോഗ്യത പറഞ്ഞിട്ടുള്ളത് 50% മാർക്കോടെയുള്ള +2 പാസ്സവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. OBC കാൻഡിഡേറ്റ്സിന് 45% മാർക്ക് മതി. SC/ST കുട്ടികളാണെങ്കിൽ അവർക്ക് പാസ് മാർക്ക് മതി. +2 ജയിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റും. 40% സീറ്റുകൾ, ആകെയുള്ള സീറ്റുകൾ 40% സീറ്റുകൾ സയൻസ് +2 സയൻസ് കഴിഞ്ഞവർക്കും, 40% സീറ്റുകൾ +2 ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും, 20% സീറ്റുകൾ കൊമേഴ്സ് +2 പാസ്സായവർക്കും മാറ്റിവെച്ചിട്ടുണ്ട്. ആകെ 174 ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിലുള്ളത്. അഡ്മിഷനൊക്കെ ജൂലൈ 2-ന് ക്ലാസ്സുകൾ ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം മറന്നു പോകരുത്. അതേപോലെ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മുഴുവൻ സീറ്റുകളും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അതേപോലെ ന്യൂനപക്ഷ സമുദായങ്ങളെ 50% സീറ്റുകൾ അതാത് സമുദായങ്ങൾക്കും, എയ്ഡഡ് സ്ഥാപനങ്ങളിലെ 20% സീറ്റുകൾ അതാത് മാനേജ്മെൻറ്റുകൾക്കുമാണ്. അതിലേക്ക് അപേക്ഷിക്കുന്നവർ നേരിട്ട് അതാത് സ്ഥാപനങ്ങളിൽ കൊടുക്കണം. അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഉപവിദ്യാഭ്യാസ ഓഫീസർക്ക് അയച്ചു കൊടുക്കുകയും വേണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ 50% സീറ്റുകൾ മാനേജ്മെൻറ്റിനാണ്. ബാക്കി 50% സീറ്റുകൾ ഗവൺമെൻറ് ആയിരിക്കും അലോട്ട് ചെയ്യുക എന്ന കാര്യം ഓർക്കുക. ഫീസ് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ മെറിറ്റിന് പ്രതിവർഷം 30,000 രൂപയും മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് 35,000 രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ളവർ വെബ്സൈറ്റ് വഴി ജൂലൈ 15-ന് മുമ്പ് അപേക്ഷിക്കുക. വെബ്സൈറ്റ് ഒന്ന് ഞാൻ പറയാം: https:/kbp.kerala.gov.in/DLED 2026. ഈ സൈറ്റ് വഴി ജൂൺ 15 വൈകിട്ട് 5 മണി വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. താല്പര്യമുള്ളവരെ എലിജിബിൾ ആയിട്ടുള്ള ഈ അവസരം പരമാവധി ഉപയോഗിക്കുക.